ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉണക്ക ചെമ്മീൻ കൊണ്ടുള്ള ചമ്മന്തിപ്പൊടിയാണ്. നല്ല ടേസ്റ്റുള്ള ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഊണ് ഇരട്ടി കഴിക്കാം, അങ്ങനെയല്ലേ പറയുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുറി നാളികേരം ചെറുതായിട്ട് ചിരകി വെച്ചിട്ടുണ്ട്. ഒരു മുറി നാളികേരം ഇട്ട് കൊടുത്തേക്കണത്. പിന്നെ ഇവിടെ കൊല്ലമുളകില്ലേ, ഉണങ്ങിയ മുളക് ഒരു 8 എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിനേക്കാളും കുറച്ചും കൂടി വലിപ്പത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി 2-3 പിന്നെ കറിവേപ്പില, ഉപ്പ്, പിന്നെ ഇതാ ഉണക്ക ചെമ്മീൻ കേട്ടോ. ഇത് അതിൻ്റെ കാലും തലയും വാലൊക്കെ പൊട്ടിച്ചതാണ്. ഇനി അതൊന്ന് നന്നായി കഴുകിയെടുക്കണം. അതിന് മുമ്പ് ചീഞ്ചട്ടി ചൂടായി, അതിലേക്ക് ഞാൻ ഇതാ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് നല്ലോണം വറുത്തെടുക്കണം. നല്ല ഇങ്ങനെ പൊടിയണം, അതുപോലെ വറുക്കണം കേട്ടോ. അത് കണ്ടോ, നല്ലോണം വീർത്ത് വന്നു. ഞെട്ടോട് കൂടി തന്നെ വറുക്കുക, അപ്പോൾ അതിൻ്റെ കുരുവൊന്നും അതിൽ പോവില്ലല്ലോ. നമുക്ക് വറുത്തതിന് ശേഷം ഞെട്ട് പൊട്ടിച്ച് കളയാം. അപ്പോൾ നമ്മുടെ വറ്റൽമുളക് ഏകദേശം തയ്യാറായി, നമുക്ക് വാങ്ങിയെടുക്കാം. ഇനി നമ്മൾ വറുത്തെടുക്കണത് നാളികേരമാണ്. തീരെ എണ്ണ ഒഴിക്കാണ്ട് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് നല്ലോണം വറുക്കണം. അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് വറുത്ത് കിട്ടുമല്ലോ, അതിനായിട്ട്. അപ്പോൾ നല്ലോണം വറുക്കുക നാളികേരം. തീ ഒട്ടും കൂട്ടി വയ്ക്കരുത്. ഇനി അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇതേപോലെ നേരത്തെ തന്നെ കഴുകി വെച്ചിരുന്നു, അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വലിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിവേപ്പിലയും ചെറിയ ഉള്ളി നാളികേരം കൂടി ഒരുമിച്ച് മൂത്ത് കിട്ടും, അതിനായിട്ടാണ് എല്ലാം കൂടിയിട്ട് വറുക്കണത്. ഇനി നമുക്ക് അതിലേക്ക് നമ്മളെടുത്ത് വെച്ച് പുളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പുളിയും കുറച്ച് ഇങ്ങനെ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് വറുത്ത് നാളികേരം വറുത്ത് എണ്ണ പുറത്ത് വരുമല്ലോ, അത് വരെ വറക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് നേരം വേണം കേട്ടോ. ഒരു 6-7 മിനിറ്റ് നല്ലോണം വേണം. അപ്പോൾ നല്ലോണം വറുത്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ കുറേശ്ശെ അതിൻ്റെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി വറുത്ത് കഴിഞ്ഞാൽ നല്ല ചുവന്ന കളറ് വരും. ഇപ്പോൾ അത് കണ്ടില്ലേ, ആ ചുവന്ന കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നന്നായിട്ട് വറുത്ത് കഴിഞ്ഞാൽ എണ്ണ അങ്ങനെ പുറത്ത് വരാൻ തുടങ്ങും. ചീഞ്ചട്ടിയുടെ അടിയിൽ കുറച്ച് എണ്ണമയം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ പാകം. നല്ലോണം അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല ബ്രൗൺ ആവണം, അല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തിപ്പൊടി പെട്ടെന്ന് കേടുവരും. അതിനായിട്ട് അപ്പോൾ നന്നായിട്ട് വറുത്തു. എണ്ണ നല്ലോണം അടിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാളികേരം വാങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ നാളികേരം ഞാൻ തീ ഒന്നും കൂടി സ്ലോ ആക്കിയിട്ട് നാളികേരം എല്ലാം വാങ്ങിയെടുത്തു. ഇപ്പോൾ ചീഞ്ചട്ടി നോക്കൂ, നല്ല ക്ലീനായിട്ട് നല്ല മെഴുക്കുള്ള പോലെയുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ചെമ്മീൻ നന്നായിട്ട് കഴുകണം, അതിൽ മണ്ണുണ്ടാവും. അത് കാരണം വറക്കണതിന് മുമ്പ് തന്നെ നേരത്തെ കഴുകി വെച്ചേക്കണം കേട്ടോ. നല്ലോണം 3-4 പ്രാവശ്യം കഴുകിയാലേ അതിലത്തെ മണ്ണൊക്കെ പോവുള്ളൂ. അപ്പോൾ നല്ലോണം കഴുകിയ ചെമ്മീനായതുകൊണ്ട് ഇനി അതിൽ നനവുണ്ടല്ലോ നല്ലോണം, അത് നല്ലോണം പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വറുക്കണം. വറുത്തതപ്പോൾ ഒന്നും ഒട്ടും ആയിട്ടില്ലേ, കണ്ടില്ലേ, ഞാൻ മടക്കിയുമ്പോൾ ഒടിച്ച് നോക്കുമ്പോൾ അതോ ആയിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെയും അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വറുത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 6-7-8 മിനിറ്റ് വറുത്തു. ഇപ്പോൾ കുറച്ചായിട്ടുണ്ട്. ഇതിപ്പോൾ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തീ കൂട്ടി വയ്ക്കാതെ മീഡിയത്തിൽ വെച്ചിട്ട് വറുത്തു ഞാൻ. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടി ഇളക്കിയിട്ട് നമുക്ക് ചെമ്മീൻ വാങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ചെമ്മീൻ വാങ്ങിയെടുക്കാം. എല്ലാം വാങ്ങിയെടുക്കട്ടെ, ചെമ്മീൻ വാങ്ങിയെടുക്കട്ടെ. എല്ലാം കൂടി ഒരു പ്ലേറ്റിലേക്ക് വാങ്ങിയെടുത്താൽ മതി. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചെമ്മീൻ വാങ്ങിയെടുത്തു. എല്ലാം കൂടി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചേക്കാണ്. ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കണം, അത്രേ വേണ്ടൂ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇത് 2 ലോട്ടായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരുമിച്ച് പൊടിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അടിയിലത്തെ ഭാഗം നല്ലോണം അധികം പൊടിയും. ഇത് അധികം പൊടിയും വേണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചാൽ മതി. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് ലോട്ട് ഒരു 2-3 കയ്യിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്താ മിക്സിയിലേക്ക് ഇട്ടു, പൊടിച്ചിട്ട് വരട്ടെ കേട്ടോ. പൊടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കണ്ടോ, ഇങ്ങനെ തരിയായിട്ട് പൊടിച്ചാൽ മതി കേട്ടോ. വല്ലാണ്ട് നൈസായിട്ട് പൊടിക്കണ്ട. ഇതേപോലെ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമുക്ക് അടുത്ത ലോട്ടും കൂടി പൊടിച്ചെടുക്കാം. അടുത്ത ലോട്ടും നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത ലോട്ട് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അടച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത ലോട്ടും ഞാൻ പൊടിച്ചിട്ട് വന്നു. കണ്ടോ, അതും ഞാൻ തരിയായിട്ടാണ് പൊടിച്ചെടുത്ത്. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് കാരണം ഞാൻ ആദ്യം പൊടിച്ചത് ഒന്നും കൂടി മിക്സിയിലിട്ടിട്ട് കറക്കി കഴിഞ്ഞാൽ എല്ലാം ഒന്ന് മിക്സായി കിട്ടുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇളക്കിയാൽ അത്ര ശരിയാവില്ല.
അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ടും കൂടി മിക്സിയിൽ ഒന്ന് തിരിച്ചെടുത്തു. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നുവെച്ചാൽ നല്ലോണം ഒന്നും കൂടി തണുക്കണമല്ലോ. അപ്പോൾ പൊടിച്ചപ്പോൾ ഇത്തിരി ചൂടായി ഉണ്ടാവും. അപ്പോൾ നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി തയ്യാറായിട്ടോ. നല്ല സൂപ്പർ ചമ്മന്തിപ്പൊടിയാണ്. ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ, ഉപ്പും പുളി ഒക്കെ ഉണ്ടോയെന്ന്. നന്നായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതേപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് എഴുതണം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ. താങ്ക് യു.